Hello everyone, welcome to the brand new episode of Let's Talk More Tech. So as the name indicates, ഈ ഒരു ചാനലിൽ നമ്മൾ ഫുള്ളി ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ചർച്ച ചെയ്യുന്നുണ്ടാവുക. ടെക് റിലേറ്റഡ് മീൻസ് നമ്മൾ യൂഷ്വൽ ടെക് ചാനലിൽ കാണുന്ന പോലെ ഗാഡ്ജറ്റ്സ്, അതിൻ്റെ റിവ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല നമ്മളിതിൽ ടെക് ന്യൂസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതിന്റെ കൂടെ തന്നെ പിന്നെ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും IT ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരണം. അതായത് IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്കും ആ ഒരു ഇതിലേക്ക് സ്റ്റെപ്പ് ഓൺ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് കുറച്ച് ലാംഗ്വേജസ്, ലൈബ്രറീസ്, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ്, റിയൽ ലൈഫിൽ നമുക്ക് വർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ അതിൽ പറയുന്നുണ്ടാവും. So if you guys do love tech, subscribe to this channel. And if you guys know me as a vlogger, yes, I'm doing that stuff also with my wife. I'm doing vlogging channel, like നമ്മൾ ഓരോ ഫുഡ് സ്പോർട്സ് കവർ ചെയ്യുന്നതും എക്സ്പ്ലോർ ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ടെക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇഫ് യു ഗൈസ് നോ മീ, യു നോ മീ. ഇഫ് യു ഡോണ്ട് നോ മീ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു മോർ. ഓക്കെ, അപ്പൊ ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളാണ്, അതായത് കൂടുതൽ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ടൂൾ എക്സ്പ്ലോർ ചെയ്യുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ വ്ളോഗിങ് ചാനലിലും അതേപോലെ തന്നെ ഈ ഒരു ചാനലിൽ ഞാൻ യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള കുറച്ച് ഗാഡ്ജറ്റ്സിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് iPhone 13 പ്രൈമറി, അതായത് ബാക്ക് ക്യാമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് ഓൾമോസ്റ്റ് എനിക്ക് വീഡിയോസിനൊക്കെ ഓക്കെ ആണ്, ബട്ട് മൈക്ക് ക്വാളിറ്റി ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ യൂസ് ചെയ്യുന്നത് ബോയിനെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ബോയിന്റെ ഈ ഒരു മൈക്കാണ്. ലൈക്ക് രണ്ട് മൈക്കും ഒരു റിസീവറോട് ചേർത്താണ്. അതായത് നമുക്ക് വ്ളോഗിങ് ചാനലിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി വാങ്ങിയത്. പിന്നെ ടെക്കിൽ ഞാൻ ഈ റൂമിന്റെ ഇൻസൈഡ് ചെയ്യുന്നതുകൊണ്ട് എക്കോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് മൈക്ക് ഉപയോഗിച്ചിട്ട് റൂമിന്റെ അകത്തുനിന്ന്. സോ നിങ്ങൾ വേണം ഇത് റേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ഈ ഒരു മൈക്ക് പറ്റുമോ, നിങ്ങൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൈക്ക് പറ്റുമോ എന്നൊക്കെ നിങ്ങൾ വേണം ചെക്ക് ചെയ്യാൻ. സോ ബോയിന്റെ ഈ ഒരു മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ രണ്ട് ബട്ടൺസ് ആണുള്ളത്. ഇത് പവർ ഓൺ ഓഫ് ബട്ടൺ ആണ്. വൺ ടൈം ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. സെക്കൻഡ് ടൈം ഇവിടെ ഒരു ബ്ലൂ ലൈക്ക് ഒരു ബട്ടൺ കാണാൻ പറ്റും. ഇത് നോയിസ് റിഡക്ഷൻ്റെ NR കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുമോ എന്നറിയില്ല. ആ നോയിസ് റിഡക്ഷന്റെ ഒരു ബട്ടൺ ഉണ്ട്. അത് ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ബ്ലിങ്ക് ചെയ്യുന്ന പോലെ ഒരു ഗ്രീൻ ലൈറ്റ് ആണ് ബ്ലിങ്ക് ചെയ്യുക. സോ അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. പിന്നെ റിസീവർ ഞാനിപ്പം എൻ്റെ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട്. ഐഫോണിലാണ് ഞാൻ യൂസ് ചെയ്യുന്ന. iPhone 13 ആയതുകൊണ്ട് അതിന് ലൈറ്റ്നിങ് പോർട്ടാണ് വരുന്നത്. സോ ലൈറ്റ്നിങ് പോർട്ടിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പും വരുന്നുണ്ട്. പിന്നെ C ടൈപ്പിലേക്ക് യൂണിവേഴ്സൽ ആക്കിയല്ലോ ഇപ്പൊ ഐഫോൺ, യൂറോപ്യൻ യൂണിയന്റെ അറിയാലോ അല്ലേ. അപ്പൊ എന്തായാലും അതിന്റെ ഭാഗമായിട്ട് അവര് ഐഫോൺ ഇപ്പോ 15 സീരീസ് തൊട്ടിട്ട് C ടൈപ്പ് ആക്കിയോണ്ട് നിങ്ങൾ ആ ഒരു ഡിവൈസ് അത് തൊട്ട് മേലോട്ടുള്ള ഡിവൈസോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസസോ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസീവർ C ടൈപ്പ് വരുന്നത് മേടിക്കാം. സോ ഇതിപ്പോ ലൈറ്റ്നിങ്ങിന്റെ വേരിയന്റ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പം എന്റെ പേർപ്പസിന് ഇത് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പറയാം, പക്ഷെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഒന്നും അധികം നമുക്ക് പറയാൻ മാത്രമല്ല. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൈക്കാണ്. ബട്ട് ഫോർ ദ പ്രൈസ് ഈസ് ഇറ്റ് വർത്ത് ഇറ്റ് ഔട്ട് നോട്ട് നമുക്ക് പോകെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് രണ്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ്. iPhone 13 ദെൻ മൈക്കായിട്ട് യൂസ് ചെയ്യുന്നത് ബോയിന്റെ എക്സ്റ്റേണൽ മൈക്കുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വീഡിയോ ക്യാം എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഐഫോണിൻ്റെത് എനിക്ക് 4K 60 FPS ആണ് ഞാൻ എടുക്കുന്ന ഔട്ട് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ എൻ്റെ ബ്ലോഗ് ചാനൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ലോ ലൈറ്റിൽ നമുക്ക് ഇതിന്റെ ക്യാമറ അങ്ങനെ ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ബിലോ ആവറേജ് ആയിട്ട് കുറച്ച് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പം അങ്ങനെ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പ് ഞാൻ ബാക്ക് ഇൻ 2020 മേടിച്ചാണ്. ഇതിന്റെ സ്പെക്ക് എന്ന് പറയുകയാണെങ്കിൽ 1TB HDD, 256 SSD ലൈക്ക് SSD, ദെൻ പിന്നെ അതിന്റെ റാം വന്ന് 18GB ലൈക്ക് 8GB വേരിയന്റ് ആണ്. അപ്പം ഇത് എൻ്റെ പേർപ്പസിന് ഓക്കെ ആണെന്ന് ചോദിച്ചാൽ എടുക്കുന്ന സമയത്ത് 4 years ബാക്ക് ഇറ്റ് വാസ് ലൈക്ക് ഗുഡ് പെർഫോമൻസ്, നല്ല പെർഫോമൻസ് ആയിരുന്നു ആ ഒരു ടൈമിന്. ബട്ട് ഇപ്പം ഇതിന്റെ പെർഫോമൻസ് നല്ല ലോ ആയിട്ട് വരുന്നുണ്ട്. അറിയാലോ, വിൻഡോസിന്റെ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാക്കിനെ യൂസ് ചെയ്തിട്ട് എനിക്ക്
ഞാൻ ഓഫീസ് യൂസിന്റെ മാക്കാണ് യൂസ് ചെയ്തത്. അപ്പൊ അതിൽ എനിക്ക് കുറെ കാലക്രമേണ അതിന്റെ പെർഫോമൻസ് ഡ്രോപ്പ് ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് വിൻഡോസിന് നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്യും. ഇതിന്റെ കോറ് വരുന്നത് ഇന്റൽ അല്ല, ലൈക്ക് ഇതിൻ്റെത് വന്നിട്ട് റൈസൺ 5ന്റെ ഒരു വേരിയന്റ് ആണ്. പിന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് റേഡിയോന്റെ വെഗ 9 സീരീസ് സംതിങ്. അപ്പൊ അതില് എന്റെ വീഡിയോ റെൻഡറിങ് ഒക്കെ അത്യാവശ്യം നല്ല ടൈം എടുക്കും. 1.5 hours എനിക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിന് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ സൈസ് ഏകദേശം ഞാനൊരു 20 മിനിറ്റ്സിന്റെ ഒക്കെ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്ത് അതിൽ കട്ട്സും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് എനിക്ക് ഓൾമോസ്റ്റ് 9 to 10 GB അതിന്റെ വീഡിയോ സൈസ് വരും. അപ്പൊ അത് ഞാൻ റെൻഡർ ചെയ്തെടുക്കുമ്പോൾ 1.5 hours എനിക്ക് ടൈം എടുക്കും. അപ്പൊ നല്ല രീതിയിൽ ടൈം എടുക്കാറുണ്ട്. സോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും പർപ്പസിനും ഒക്കെ അത്യാവശ്യം വിൻഡോസ് ലാപ്പ് ആണെങ്കിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ സജസ്റ്റ് ചെയ്യാം. പിന്നെ പ്ലാൻ ചെയ്ത് എനിക്ക് വീഡിയോ പർപ്പസിനായിട്ട് ഇനി പ്ലാൻ ചെയ്തത് M1 Air ആയിരിക്കും. എൻ്റെ കുറച്ച് കൊളീഗ്സും അതേപോലെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ച സമയത്ത് വിൻഡോസ് എടുക്കുന്നത് ഓക്കെയാണ്, ബട്ട് ഗെയിമിംഗ് ലാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അത് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, പിന്നെ കാലക്രമേണ പെർഫോമൻസ് ഡ്രോപ്പ് വരുമോ എന്നൊക്കെയുള്ളത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സോ മാക് ഈസ് മോർ റിലയബിൾ ഐ തിങ്ക്. ഇഫ് യു ഗൈസ് ഹേറ്റ് Apple, so I don't have any comments on that. അത് പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്. അത് മാക്കിന് അല്ലെങ്കിൽ ആപ്പിളിന് ഒരു ഡിഫറെന്റ് ഫാൻ ബേസ് ആണ് ആ ഒരു എക്കോസിസ്റ്റത്തിലുള്ളവർക്ക്. അതേപോലെ ആൻഡ്രോയിഡ് വിൻഡോസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഡിഫറെന്റ് എക്കോസിസ്റ്റം ആണ്. സോ ഐ ആം നോട്ട് ദ പേഴ്സൺ ഹൂസ് ഗോയിങ് ടു ജഡ്ജ് ഓൺ ദിസ് തിങ്സ്. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിൽ ഏത് വേണമെന്നുള്ളത്. അപ്പൊ ഞാനിപ്പം ആപ്പിളിലെ ഫോൺ എടുത്തുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എനിക്ക് മാക്ക് എടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മേ ബി മാറിയിരിക്കും. ടേക്ക് ദിസ് വേർഡ് വിത്ത് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് പെപ്പേഴ്സ്. അപ്പൊ എന്തായാലും ആ രീതിയിൽ എടുക്കാം. അപ്പൊ എന്തായാലും ഞാൻ മേ ബി ചേഞ്ച് ചെയ്യും. സോ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നതൊക്കെയാണ് iPhone 13 ആണ്, പിന്നെ മൈക്ക് ബോയിന്റെ ആണ്, ലാപ്പ് വിൻഡോസ് 11 ആണ് റൺ ചെയ്യുന്നത്, HP-ന്റെ ലാപ്പാണ് വരുന്നത്. സീരീസ് ഏതാന്നുള്ളത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. സീരീസ് അല്ലെങ്കിൽ പെവിലിയൻ സീരീസ് അല്ല, എന്നാലും പെവിലിയൻ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള 2019 or 20 ഐ തിങ്ക്, നോട്ട് ദാറ്റ് സ്പെസിഫിക്. സോ ആ ഒരു റേഞ്ചിന് അടുത്താണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്ക് ഐഫോണിന്റെ കാര്യങ്ങൾ അറിയാലോ യൂസേഴ്സിന്. ഈ ഒരു പവർ ബാങ്ക് ഇല്ലാതെ എന്തായാലും നടക്കൂല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 1 day നമുക്ക് വ്ളോഗിങ്ങിന് പോകുന്ന സമയത്ത് എനിക്ക് എന്തായാലും 1 day കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് കഷ്ടപ്പാടാണ്. ഞാൻ വൈഫൈ യൂസ് ചെയ്യാൻ പാടില്ല, നെറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ക്യാമറ കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടക്കുകയാണെങ്കിൽ എനിക്ക് 1 day ഓക്കെയാണ്. ഒരു 2.5 hours ഒക്കെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും ജസ്റ്റ് ഗോയിങ് ത്രൂ നമുക്ക് ടൈം നോക്കാം, അതേപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമാണെങ്കിൽ ക്യാമറ ആയിട്ട് എനിക്ക് ത്രൂ ഔട്ട് ദ ഡേ ചാർജ് കിട്ടും. അല്ലാത്ത പക്ഷം ഞാനിപ്പോൾ GPay യൂസ് ചെയ്യാണ്, സ്ക്രോൾ ചെയ്യുക, റീല് കാണുക, അതേപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഫുൾ ടൈം എനിക്ക് ഫോണിൽ നെറ്റ് ഓൺ ആയിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാതെ പറ്റില്ല. അപ്പൊ ഈ ഒരു പവർ ബാങ്ക് ഞാൻ ഇപ്പോൾ ഈ ഫോൺ എടുത്തതിന് ശേഷം പർച്ചേസ് ചെയ്യാം. അതിന് മുന്നേ ഒരു പവർ ബാങ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു ബ്രാൻഡാണ്. അത് ഞാൻ എടുത്തിട്ട് കുറെ വർഷമായി, പക്ഷെ അത് ഐഫോണിലേക്ക് ചാർജ് കയറുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത്യാവശ്യം കാലപ്പഴക്കം ഉള്ളതായിരിക്കും. ഇപ്പൊ ഞാനിത് MIയുടെ ഒരു പോക്കറ്റ് പവർ ബാങ്ക് എടുത്തിട്ടുള്ളത്. ഇതില് 10,000 mAh ആണ് ബാറ്ററി. അപ്പൊ എനിക്ക് ഒരു 2 times ഫുൾ ചാർജ് ഐഫോൺ. പക്ഷെ ഞാൻ ഒരു തവണയ്ക്ക് ചാർജ് ചെയ്തിട്ടുള്ളൂ, കാരണം ഞാൻ അത്ര ലോങ്ങിലേക്ക് അതിന് ശേഷം പോയിട്ടില്ല, അങ്ങനെ പോവാറുമില്ല. സോ അപ്പം ഇഫ് യു ഗൈസ് ഡു buy an iPhone, you have to brought a power bank also. അത് ഇത് തന്നെ വേണമെന്നില്ല. ഇപ്പൊ ഞാനിത് പോക്കറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നതുകൊണ്ടും ഇത് മേടിച്ചു എന്നുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ ഈ ക്യാമറ പ്ലേസ് ചെയ്തേക്കുന്നത് ഒരു ട്രൈപോഡിലാണ്. ട്രൈപോഡ് ഞാൻ ആമസോൺ ബേസിക്സിന്റെ ഒരു ട്രൈപോഡ്, അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയ ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ട്രൈപോഡാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതിന്റെ ലിങ്കോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇമേജോ എവിടെയെങ്കിലും ഞാൻ ഈ വീഡിയോന്റെ സൈഡിലോ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൂടാം. ഈ ഗാഡ്ജറ്റ്സിന്റെ ഒക്കെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ കറന്റ്ലി റൺ ചെയ്യുന്ന ബ്ലോഗ് ചാനലിലും ഇപ്പൊ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാഡ്ജറ്റ്സ്. ഇനി എൻ്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് എന്തൊക്കെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം. മേ ബി അതിപ്പം ഫോർ ദ നിയറസ്റ്റ് ഫ്യൂച്ചർ ഐ കാൺ ബൈ ദാറ്റ് ലൈറ്റ്. അതായത് ഫോർഗ്രൗണ്ടിൽ 2 ലൈറ്റ് വേണം, അതായത്
പ്രൈമറി ലൈറ്റും പിന്നെ ഫേസ് ലൈറ്റും വേണം. ഈ 2 ലൈറ്റും പിന്നെ ബാക്ക്ഗ്രൗണ്ടിലൊരു ലൈറ്റും വേണ്ടി വരും. പിന്നെ നമുക്കൊരു സ്റ്റാൻഡ് വേണമെങ്കിൽ ഒന്ന് ഫ്രെയിം ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഗ്രീനി എഫക്റ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, പിന്നെ അൺബോക്സ് ചെയ്യാനുള്ള ഒരു ബോക്സ്, ഒരു സ്റ്റാൻഡ്, പിന്നെ അൺബോക്സ് ചെയ്യാൻ നൈഫ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് എടുത്തു വെച്ചിട്ടുള്ളൂ. വൺസ് ഞാനത് പർച്ചേസ് ചെയ്ത് നമ്മളെ വീഡിയോയിൽ ത്രൂ ഔട്ട് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ക്യാമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഐഫോണിൻ്റെ ക്യാമറ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. മേ ബി എന്തെങ്കിലും കേസ് വന്ന് കണ്ടിട്ട് ഫോണ് നാശാവുക അല്ലെങ്കിൽ മെമ്മറി ഫില്ലാവുക അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കപ്പ് ഞാൻ എന്തായാലും എടുത്തു വെക്കണം. സോ ഫോർ ദ നിയറസ്റ്റ് ഫ്യൂച്ചർ ഐ ആം പ്ലാനിങ് ടു ബൈ ഓസ്മോ പോക്കറ്റ് 3. ആ ഒരു ഡിവൈസ് ഞാൻ പർച്ചേസ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഒരു ക്യാമറ അത് കുറച്ച് നല്ലതാണെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഇസ് നോട്ട് ദാറ്റ് ഗുഡ്, ബട്ട് സ്റ്റിൽ ഇപ്പൊ മാർക്കറ്റിലുള്ളതിൽ വെച്ച് അതാണ് ഓക്കെ എന്ന് എനിക്ക് തോന്നിയത് എൻ്റെ പേർപ്പസിന്. പോക്കറ്റ് ഫ്രണ്ട്ലി മീൻസ് അത്യാവശ്യം ഈ ഒരു ഹൈറ്റ് ലെവലിലൊക്കെയാ തോന്നുന്നുണ്ട് അതിന്റെ വലിപ്പം. എന്നാലും നമുക്ക് അത് നോക്കണം എന്നുണ്ട്. പിന്നെ മാക്ബുക്ക് M1 ഞാൻ പറഞ്ഞല്ലോ, മേ ബി അതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ മാക് മിനി. ഈ 2 ഏതോ ഒരെണ്ണമായിരിക്കും ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. മാക് മിനി എടുത്താലുള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് പോകുന്നിടത്ത് ത്രൂട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. ഒരു ഡെസ്ക്ടോപ്പ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് മാക് മിനി വിത്ത് ഒരു സ്ക്രീൻ മോണിറ്റർ കൂടെ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും. സോ മോണിറ്റർ നമ്മൾ മാക് മിനി ആണ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മോണിറ്റർ ഞാൻ മേ ബി ബെൻക്യൂടെയോ അല്ലെങ്കിൽ LGയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഡെല്ലിന്റെ ഏതെങ്കിലും ഒരു മോണിറ്റർ ഞാൻ പർച്ചേസ് ചെയ്തു. സോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ നിങ്ങളുടെ അടുത്ത്. ഇൻ കേസ് ഞാനത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പൊ കറന്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. ഐഫോണിന്റെ പ്രൈമറി ക്യാമറ, മൈക്ക് എക്സ്റ്റേണലി ബോയയുടെ മൈക്ക്, ലാപ്ടോപ്പ് HP-യുടെ 256 SSD ഉള്ള വേരിയന്റ് ആണ്. അത് നിങ്ങൾ പർച്ചേസ് ചെയ്യേ വേണ്ട. അത് 2019 ഉണ്ടായിരുന്നൊരു ഒരു സാധനമാണ്. ഇപ്പോൾ അതിന്റെ വർക്കിംഗ് ഒക്കെ മോശമാണ്. സോ അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പവർ ബാങ്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് MI ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിളിന്റെ ബ്രാൻഡ് ആയിട്ടുള്ള ലൈക്ക് വയർലെസ് ആയിട്ടുള്ള പവർ ബാങ്കോ ലൈക്ക് വയർഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഗാഡ്ജറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാനിത് ചൂസ് ചെയ്തത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. പിന്നെ ട്രൈപോഡ് ഓൾസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രൈപോഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആമസോൺ ബേസിക്സിന്റെ ഇത് ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ്. ആൻഡ് ആഡ് ഓൺ ടു ദാറ്റ് ഞാൻ പിന്നെ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എഡിറ്റിംഗ് ടൂള് അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ് ടൂള്, പിന്നെ അതേപോലെ ഞാൻ ക്യാപ്ഷൻ യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യുക, അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കമന്റ്സിൽ ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗോയിങ് ഓൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെക് ന്യൂസസും അതേപോലെ ഗാഡ്ജറ്റ്സ് ഞാൻ വാങ്ങുന്നത്, പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂൾസ്, കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ പോകെ ചെയ്യുന്നുണ്ടാവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് യു ഗൈസ് ലവ് വ്ളോഗ്, കപ്പിൾ വ്ളോഗ്സ്, ഫുഡ് ചാലഞ്ച്, ഡാൻസ് എക്സെട്ര അങ്ങനത്തെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ വ്ളോഗിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. സെയിം നെയിം തന്നെയാണ്, വാട്സാപ്പ് യൂട്യൂബിലെ സെയിം നെയിം തന്നെയാണ് നമ്മൾ ഇൻസ്റ്റയിലെ ഹാൻഡിലും കൊടുത്തിരിക്കുന്നത്. ആൻഡ് ടെക് ചാനൽ ഞാൻ ഒന്നുകിൽ ഈ പറഞ്ഞ വ്ളോഗ് ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു ഇതാക്കിയിട്ട് തന്നെ ഇൻസ്റ്റയിൽ തുടങ്ങും. അപ്പം എങ്ങനെയായാലും ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പം നിങ്ങൾ അവിടെയും കൂടെ ഫോളോ ചെയ്യുക. സോ ഫോർ മോർ അപ്ഡേറ്റഡ് വീഡിയോ ലൈക്ക് ദിസ് യു ഗൈസ് ഹാവ് ടു ഡു subscribe and hit the like button also, and notification ആയിട്ട് നമ്മളെ വീഡിയോസ് വരണം. ഒരുപാട് വീഡിയോസിന്റെ ഇടയിൽ നമ്മളെ വീഡിയോസ് നഷ്ടപ്പെട്ടു പോവാതിരിക്കാനായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷനോട് ഇനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ആൻഡ് ആഡ് ഓൺ ടു ദാറ്റ് ഞാൻ ഫിനാൻഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഭയങ്കര ഫിനാൻഷ്യൽ എക്സ്പേർട്ടോ അല്ലെങ്കിൽ അത് MCA അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളോ ഒന്നുമല്ല, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ ഒന്നുമല്ല. സോ ഐ ആം എ BTech ഗ്രാജുവേറ്റ്. സോ ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കുറച്ച് ഫിനാൻഷ്യൽ ട്രിക്സ് ആൻഡ് ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതിൽ ഇൻവെസ്റ്റ്മെന്റ്സും സേവിങ്സും കുറെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ് ഓൾസോ ഓൺ ദ വേ. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയും ലെങ്തി ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എത്രത്തോളം ഇതിന്റെ ഡ്യൂറേഷൻ ഉണ്ടെന്ന് ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. സോ if you guys do love tech, subscribe to this channel, and next video ആയിട്ട് കാണുന്നവരെ stay tuned. Bye bye.